നമസ്കാരം. ഡിസീസ് ട്രാൻസ്മിഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിഡെമിയോളജിയുടെ ഇൻഫെക്ഷസ് ഡിസീസ് എപ്പിഡെമിയോളജിയുടെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് ഡിസീസ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് രോഗങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ബോഡിയിലേക്കോ പകരുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം റിസർവോയർ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ടു സസെപ്റ്റബിൾ ഹോസ്റ്റ്. അങ്ങനെ പറയുന്നത് അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ടു സസെപ്റ്റബിൾ ഹോസ്റ്റ്. അങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ പകരുന്നത് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് അസുഖം പരത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ഒരു 3 ലിങ്ക്സ് ഇൻ ദി ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ. ഈ ട്രാൻസ്മിഷൻ്റെ ചെയിനിൽ 3 ലിങ്കുകളാണുള്ളത്. അതിൽ ഫസ്റ്റിൽ വരുന്നത് റിസർവോയർ എന്ന് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറയും അല്ലേ. സോഴ്സ് എന്താണെന്ന് റിസർവോയർ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇത് പകരുന്ന ഇപ്പം ഈ റിസർവോയറിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് അസുഖങ്ങൾ പകരുന്ന ഒരു മോഡുണ്ട്, ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ സസെപ്റ്റബിൾ ഹോസ്റ്റ്, ആ രോഗത്തിന് വിധേയനാകുന്ന ആ ഒരു ആതിഥേയനാകുന്ന ഹോസ്റ്റ്, അതാണ് സസെപ്റ്റബിൾ ഹോസ്റ്റ്. അപ്പോൾ ഈ 3 ലിങ്കുകളാണ് അസുഖങ്ങൾ, അതിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡിസീസ് ട്രാൻസ്മിഷനെ കുറിച്ച് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളുള്ള 3 കമ്പോണൻ്റാണ്. ഒന്ന് സോഴ്സ് എന്ന് പറയുന്ന റിസർവോയർ, രണ്ടാമത് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, മൂന്നാമത് സസെപ്റ്റബിൾ ഹോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് ആൻഡ് റിസർവോയറുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും പരിചിതമായിട്ടുള്ള ഇപ്പോൾ അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പരിചിതമാവുന്നൊരു വാക്കുകളാണ് സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് സോഴ്സ് ആൻഡ് റിസർവോയേഴ്സ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒരു അസുഖത്തിൻ്റെ, ഒരു പകർച്ചവ്യാധിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് സോഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭവം എന്നൊക്കെ പറയില്ലേ, ഉത്ഭവം എന്നൊക്കെ പറയും. അതാണ് നമുക്ക് സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറയാനുള്ളത്. ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ റിസർവോയർ ഓർ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. നമുക്ക് ഫസ്റ്റിലെ ഒരു അസുഖത്തെക്കുറിച്ച്, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനാണ്. അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആ അസുഖം പടരുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ആദ്യം അതിന് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്താണ് പറയുന്നത്? സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ദി പേഴ്സൺ, അനിമൽ, ഒബ്ജക്റ്റ് ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ആൻ ഇൻഫെഷ്യസ് ഏജൻറ്റ് പാസസ് ഓർ ഈസ് ഡിസെമിനേറ്റഡ് ടു ദി ഹോസ്റ്റ്. അതാണല്ലേ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ പറയുന്നത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ പറഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ സോഴ്സ് അത് എവിടെ നിന്ന്, അതിൻ്റെ ഉറവിടം എവിടെയാണ്, ഉറവിടം എന്താണെന്നാണ്. ഇൻഫെക്ഷൻ്റെ ഉറവിടം എങ്ങനെയാണ് വരിക? ഒന്നെങ്കിൽ മനുഷ്യരാവാം, അല്ലെങ്കിൽ അതൊരു മൃഗമാവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അത്തരത്തിലാവാം. ഇതിൻ്റെയൊക്കെ എന്താ പ്രത്യേകത എന്താണ്? ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് എൻ ഇൻഫെഷ്യസ് ഏജൻറ്റ് പാസസ്. ഇപ്പോൾ ഒരു മനുഷ്യരിലൂടെ ആണെങ്കിലും ആ ഒരു ഇൻഫെഷ്യസ് ഏജൻറ്റ് ആ മനുഷ്യ ശരീരത്തിൽ കയറി കൂടിയെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സോഴ്സായിട്ട് പ്രവർത്തിക്കാം. ഒരു അനിമലാണെങ്കിൽ കൂടെ ആ ഇൻഫെഷ്യസ് ഏജൻറ്റ് അനിമലിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവിടെ ഡെവലപ്മെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ അനിമലും അവിടെ ഒരു സോഴ്സ് ആയി മാറാം. ഓക്കെ, അപ്പോൾ ഇൻഫെഷ്യസ് ഏജൻറ്റ് ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ശരീരം അതൊരു സോഴ്സാവും. ആ ശരീരത്തിൽ നിന്ന് മറ്റ് ശരീരങ്ങളിലേക്ക് അസുഖങ്ങൾ പടർത്താൻ സാധ്യതയുണ്ട്. അപ്പം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണോ ഉള്ളത്? അപ്പോൾ ഒരു ഇൻഫെഷ്യസ് ഏജൻറ്റ് കടന്നുകൂടിയിരിക്കുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, അത് അനിമലാവാം, മാൻ ആവാം, ഒബ്ജക്റ്റ് ആവാം. അതാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു വാക്കുകൂടി ഉണ്ട്, ഓർ ഈസ് ഡിസെമിനേറ്റഡ് ടു ദി ഹോസ്റ്റ് എന്നും കൂടി പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഡിസെമിനേറ്റഡ് ടു ദി ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ, ഡിസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, ഒരു രോഗാണു ഒരു ഹോസ്റ്റിൻ്റെ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഒരു വ്യാപനം സൃഷ്ടിക്കും. ഓർ ഈസ് ഡിസെമിനേറ്റഡ് ടു ദി ഹോസ്റ്റ്, ആ ഹോസ്റ്റിലേക്ക്, ആ ശരീരത്തിലേക്ക് വ്യാപിക്കാനും ശേഷിയുണ്ടാവും. അത്തരത്തിലുള്ള ശരീരങ്ങളെ അല്ലെങ്കിൽ പേഴ്സൺ, അനിമൽ, ഒബ്ജക്റ്റ്, ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ
സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് റിസർവോയർ എന്താണെന്ന് നോക്കാം. സോഴ്സ് എന്താണെന്ന് പഠിച്ചു. ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ എന്തോ ആവാം. ഇനി എന്താണ് റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ് റിസർവോയർ? എനി പേഴ്സൺ, അനിമൽ, ആർത്രോപോഡ്, പ്ലാന്റ്, സോയിൽ ഓർ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ആൻ ഇൻഫെഷ്യസ് ഏജൻറ്റ് ലിവ്സ് ആൻഡ് മൾട്ടിപ്ലൈസ്. ഒരു ഇൻഫെഷ്യസ് ഏജൻറ്റിന് ജീവിക്കാനും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ പ്രത്യുൽപാദനം നടത്തി അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും കഴിവുള്ള ഒരു ബോഡിയെയാണ് നമ്മൾ റിസർവോയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഒരു മനുഷ്യനാവാം, മൃഗമാവാം, ആർത്രോപോഡാവാം, പ്ലാന്റ് ആവാം, സോയിലാവാം, അല്ലെങ്കിൽ എന്ത് തരത്തിലും സബ്സ്റ്റൻസും ആവാം. എന്തിലാണോ ഒരു ഇൻഫെഷ്യസ് ഏജൻറ്റിന് ജീവിക്കാനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള സാധ്യതയുള്ളത്, ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അതിനെ നമുക്ക് റിസർവോയറുകൾ എന്ന് വിളിക്കാം. അപ്പോൾ സോഴ്സ് എന്താണെന്ന് പഠിച്ചു, റിസർവോയർ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഇനി നമുക്ക് റിസർവോയറിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് 3 ടൈപ്പാണുള്ളത്. 3 ടൈപ്പ് റിസർവോയേഴ്സ് ആണുള്ളത്. ഫസ്റ്റിൽ വരുന്നത് ഹ്യൂമൻ റിസർവോയർ, അടുത്തത് അനിമൽ റിസർവോയർ, ഇനി അടുത്ത് വരുന്നത് റിസർവോയർ ഇൻ നോൺ ലിവിങ് തിങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഹ്യൂമൻ റിസർവോയർ, അനിമൽ റിസർവോയർ, റിസർവോയർ ഇൻ നോൺ ലിവിങ് തിങ്സ് എന്നുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കളാണ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പോവാം. എന്താണ് ഹ്യൂമൻ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഇപ്പം റിസർവോയർ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? ഒരു രോഗാണുവിന് ആ ഒരു ശരീരത്തിലേക്ക് കയറി അവിടെ ജീവിക്കാനും അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് ഉള്ള ഒരു പ്രതലത്തെയാണ്, ഒരു ബോഡിയെയാണ് നമ്മൾ റിസർവോയർ എന്ന് വിളിക്കുന്നത്. അപ്പം ഹ്യൂമൻ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റിസർവോയർ ഇൻ ഇൻഫെക്ഷൻ ഫോർ ഹ്യൂമൻ ഈസ് മാൻ ഹിംസെൽഫ്. മനുഷ്യൻ തന്നെയാണ് മനുഷ്യരിലേക്ക് അസുഖങ്ങൾ പടർത്താനുള്ള റിസർവോയറായിട്ട് വർത്തിക്കുന്നത്. ഓക്കെ, മനുഷ്യരിലൂടെയാണ് മറ്റ് മനുഷ്യരിലേക്കും കൂടുതൽ അസുഖങ്ങൾ പടരാനും സാധ്യതയുള്ളത്. ഓക്കെ, അവിടെ നമുക്ക് 2 പോയിന്റുകൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേസ് എന്ന് പറയല്ലേ. നമ്മൾ അസുഖത്തെ നമ്മൾ കേസ് എന്ന് വിളിക്കും. അപ്പോൾ അതിന് കേസിൻ്റെ എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഇൻ ദി പോപ്പുലേഷൻ ഓർ സ്റ്റഡി ഗ്രൂപ്പ് ഐഡൻറ്റിഫൈഡ് ആസ് ഹാവിങ് പർട്ടിക്കുലർ ഡിസീസ്. ഓക്കെ, a person in the population or study group identified as having a particular disease, health disorder or condition under investigation. ഒരു മനുഷ്യൻ, കേസ് എന്ന് പറഞ്ഞാലാണ് ഒരു മനുഷ്യൻ, അത് എവിടെ ആയിരിക്കാം? ഒരു പോപ്പുലേഷനിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്ന ഒരാളായിരിക്കും. സ്റ്റഡി ഗ്രൂപ്പ് ഐഡൻറ്റിഫൈഡ് ആസ് ഹാവിങ് എ പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗം സ്ഥിരീകരിച്ച അല്ലെങ്കിൽ ആ പ്രത്യേക ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഡിസോർഡർ സ്ഥിരീകരിച്ച, അവരെ നമുക്ക് പഠനത്തിന് വിധേയമാക്കിയ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുക, അവരെ നിരീക്ഷണത്തിന് വിധേയമാക്കിയ ഒരു മനുഷ്യനെയാണ് നമ്മൾ കേസ് എന്ന് വിളിക്കുന്നത്. അസുഖം ബാധിച്ച ആളാണ്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ ഡിസോർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്ന ആളാകാം. ആ ഒരു ആളെയാണ് നമ്മൾ കേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രസൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ എ ഹോസ്റ്റ് ബേബി. ആ ഒരു ഹോസ്റ്റലിൽ, ആ ഇൻഫെക്ഷനിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഒരു ഹോസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ പ്രസൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ എ ഹോസ്റ്റലുണ്ടായിരിക്കുന്ന ആ ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെയാണ് പ്രസൻ്റ് ആവുക, എങ്ങനെയാണ് കണ്ടുവരിക? നമ്മളത് 2 ഇതിൻ്റെ തലങ്ങളാണ്. ക്ലിനിക്കൽ ഇൽനെസ് പറയും. ഓക്കെ, ക്ലിനിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ അത് may be mild or moderate, typical or atypical, severe or fatal depending upon the gradient of involvement. നമ്മൾ ആ ഒരു എന്താ പറയുക, ക്ലിനിക്കൽ ഇൽനെസ് പറഞ്ഞിട്ട് അത് ചിലപ്പം മൈൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരിക്കാം, ചെറിയ തോതിലായിരിക്കാം, അല്ലെങ്കിൽ അത് ഒട്ടും ഗുരുതരമായിട്ടുള്ള തോതിലായിരിക്കാം. ടിപ്പിക്കൽ ഓർ അറ്റിപ്പിക്കൽ ആയിരിക്കാം, സിവിയർ ഓർ ഫാറ്റലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇതെങ്ങനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ദി ഗ്രേഡിയൻ്റ് ഓഫ് ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ ആ ഒരു അസുഖബാധിതരായിട്ടോ അല്ലെങ്കിൽ അസുഖമായിട്ടോ നമ്മൾ എത്രത്തോളം ഇടപഴകുന്നു അതിനനുസരിച്ചാണ് ക്ലിനിക്കൽ ഇൽനെസ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ആ പ്രസൻസ് ഓഫ് ഇൻഫെക്ഷനിലെ ക്ലിനിക്കൽ ഇൽനെസ് നമ്മൾ എത്രത്തോളം ആ ഒരു അസുഖമായോ അല്ലെങ്കിൽ ആ അസുഖം ബാധിച്ച വ്യക്തിയുമായോ നമ്മൾ എത്രത്തോളമാണ് അതിൻ്റെ നമ്മൾ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ക്ലിനിക്കൽ ഇൽനെസ് വരുന്നത്. ഇനി സബ് ക്ലിനിക്കൽ ഇൽനെസ്സിലേക്ക് വരുമ്പോഴോ
There are variously referred as to inapparent, convert, missed or abortive cases. അല്ലേ? Variously referred as inapparent, convert, missed or abortive cases. നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള നമ്മൾ അധികം ഇപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കാത്ത അല്ലെങ്കിൽ ഈ സമാനമായിട്ടുള്ള ഒരു അവസ്ഥകളില്ലാത്ത കേസുകളൊക്കെ ഉണ്ടാവും ഇല്ലേ? ഇപ്പോൾ ഒരു അസുഖത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അറിയാൻ പറ്റും. ചില കേസുകൾക്ക് ഇതേപോലെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കില്ല, അല്ലെങ്കിൽ നമ്മളത് മിസ്ഡ് കേസാവും, ചിലപ്പം അതിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസുകളാവും, അബോർട്ടീവ് കേസസ് പറയും. അപ്പോൾ അത് നമ്മൾ നിരാകരിച്ച കേസുകളൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സബ് ക്ലിനിക്കൽ കേസ് പ്ലേ a dominant role in maintaining the chain of infection in the community. ഓക്കെ, എന്താ സബ് ക്ലിനിക്കൽ കേസ്? അപ്പോൾ എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിരിക്കുന്ന കേസുകളാണ്. അപ്പോൾ ഈ സബ് ക്ലിനിക്കൽ കേസസ് പ്ലേ ഡോമിനൻ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദി ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. അത്തരത്തിലാണ് എൻഡെമിസിറ്റി എന്ന് പറയും. എൻഡെമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡെമിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിവിലൻസ് എന്താണെന്നൊക്കെ പഠിച്ചല്ലേ, ടോട്ടൽ കേസുകൾ ന്യൂ ഓർ ഓൾഡ് ആൻഡ് ന്യൂ കേസുകളൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് നമുക്ക് പ്രിവിലൻസ് എന്ന് പഠിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള സബ് ക്ലിനിക്കൽ കേസുകളാണ് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള റോഡുകളാണ്. ഈ ഒരു ചെയിൻ, നമ്മളിപ്പോൾ ഒരു ചെയിൻ ഇൻഫെക്ഷൻ്റെ ചെയിൻ പഠിച്ചില്ലേ, എന്തൊക്കെയാണ്? സോഴ്സ്, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, സസെപ്റ്റബിൾ ഹോസ്റ്റ്. ഈ ഒരു ചെയിനിലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കേസുകളാണ്, സബ് ക്ലിനിക്കൽ കേസുകളാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാറ്റൻറ്റ് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. എന്താണ് ലാറ്റൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ലാറ്റൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. ദി ഹോസ്റ്റ് ഡസ് നോട്ട് ഷെഡ് ദി ഇൻഫെഷ്യസ് ഏജൻറ്റ് വിച്ച് ഈസ് ഡോർമെൻറ്റ് വിത്തിൻ ദി ഹോസ്റ്റ് വിത്തൗട്ട് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് കേസുകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല, അതുപോലെ തന്നെ അസുഖത്തിൻ്റെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ആ ഒരു ഇൻഫെഷ്യസ് ഏജൻറ്റ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ കൂടെ അത് മറ്റൊരു തരത്തിൽ ആൾക്കൊരു ഇൽനെസ് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ അത് ഒരു കമ്മ്യൂണിക്കബിലിറ്റി ഉണ്ടാവില്ല. അതാണ് ലേറ്റൻറ്റ് കേസുകൾ. മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ പോലെ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. ദി ഹോസ്റ്റ് ഡസ് നോട്ട് ഷെഡ് ദി ഇൻഫെഷ്യസ് ഏജൻറ്റ്. ആ ഇൻഫെഷ്യസ് ഏജൻറ്റിനെ അതേ നാൾ ആ ശരീരത്തിൽ ഷെഡ് ചെയ്യില്ല. ഓക്കെ, ഡസ് നോട്ട് ഷെഡ് ദി ഇൻഫെഷ്യസ് ഏജൻറ്റ് വിച്ച് ലൈസ് ഡോർമിനൻറ്റ് വിത്തിൻ ദി ഹോസ്റ്റ് വിത്തൗട്ട് സിംറ്റംസ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഇൻഫെക്ഷനെയാണ് നമുക്ക് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടി ബി പഠിക്കുമ്പോൾ ടി ബിക്കകത്ത് ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കൂടെ ടി ബിയുടെ ക്ലാസ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ അതിനകത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തെന്താ വരുന്നത്? ഇപ്പോൾ കേസുകളിൽ ഇനി പ്രൈമറി കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി കേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കേസ് എന്നുള്ള പോർഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് തരംതിരിച്ചിരിക്കുന്നതാണ് പ്രൈമറി കേസുകൾ. എന്താണ് പ്രൈമറി കേസ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് കേസ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി പോപ്പുലേഷൻ യൂണിറ്റ് ബീയിങ് സ്റ്റഡീഡ്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് പഠനം ആരംഭിക്കുന്നതിൻ്റെ ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിനെയാണ് നമ്മൾ പ്രൈമറി കേസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഫസ്റ്റ് കേസിനെയാണ് പ്രൈമറി കേസ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് കേസ് എന്ന് പറയുമ്പോഴോ ഫസ്റ്റ് കേസ് കം ടു ദി അറ്റൻഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ. ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് പ്രൈമറി കേസ്. നമ്മൾ ഇപ്പം പഠനം ആരംഭിക്കുന്നത് പ്രൈമറി കേസുകളാണെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് കേസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ നമ്മൾ പഠനം ആരംഭിക്കുന്ന അതിൽ നിന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേസാണ് പ്രൈമറി കേസ് എന്ന് പറയുമ്പോൾ. ഇൻഡെക്സ് കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ് കം ടു ദി അറ്റൻഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ. അത് ആ ഇൻവെസ്റ്റിഗേറ്ററുടെ അറ്റൻഷൻ വരുന്ന കേസിനെയാണ് നമുക്ക് ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കേസ് കം ടു ദി അറ്റൻഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ. ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് പ്രൈമറി കേസ്. ഇത് ഒരിക്കലും ഒരു പ്രൈമറി കേസ് ആയിരിക്കില്ല, പക്ഷേ ഫസ്റ്റ് അറ്റൻഷൻ വരുന്ന കേസുകളാണ് ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡറി കേസ് എന്ന് പറയുമ്പോഴോ ദോസ് ഡെവലപ്പിംഗ് ഫ്രം കോണ്ടാക്ട് വിത്ത് പ്രൈമറി കേസ്. പ്രൈമറി കേസുകളുടെ കോണ്ടാക്റ്റിൽ വരുന്ന കേസുകളാണ് സെക്കൻഡറി കേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത് വരുന്നത് സസ്പെക്റ്റ് കേസ് എന്ന് പറയുന്നത്. സസ്പെക്റ്റ് കേസ് എന്ന് പറയുന്നത് അല്ലേ, ഈസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഹാസ് ആൾ ഓഫ് ദി സൈൻ ആൻഡ് സിംറ്റംസ് ഓഫ് ഡിസീസ് ഓർ കണ്ടീഷൻ. ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന കേസുകളെയാണ്. അതൊരു ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം. അതാണ് സസ്പെക്റ്റ് കേസുകൾ എന്ന് പറയുന്നത്. യെറ്റ് ഹാസ് നോട്ട് ബിൻ ഡയഗ്നോസ്ഡ് ഹാവിങ് ദി ഡിസീസ് ഓർ ഹാഡ് ദി കോസ് ഓഫ് സിംറ്റംസ് കണക്റ്റഡ് ടു ദി സസ്പെക്റ്റഡ് പാത്തോജൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന എന്നാൽ കൃത്യമായിട്ട് നമ്മളത് ആൾക്ക് സ്ഥിരീകരിക്കാത്ത കേസുകൾ, അതൊക്കെയാണ് സസ്പെക്റ്റ് കേസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യാം, എന്താണോ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഹാസ് നോട്ട് ബീൻ ഡയഗ്നോസ്ഡ് ഹാവിങ് ഡിസീസ്, ആ അസുഖം ആളുടെ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ഓർ ഹാഡ് ദി കോസ് ഓഫ് സിംറ്റംസ് കണക്റ്റഡ് ടു ദി സസ്പെക്റ്റഡ് പാത്തോജൻ, ആ അസുഖം പരത്തിയിരിക്കുന്ന രോഗാണു മൂലമുണ്ടാകുന്ന ആ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസോ ആണ് നമുക്ക് സസ്പെക്റ്റഡ് കേസുകളെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത് വരുന്നത് കേരിയേഴ്സ് ആണ്. എന്താണ് കേരിയേഴ്സ്? കേരിയേഴ്സ് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ആനിമൽ ദാറ്റ് ഹാർബേഴ്സ് എ സ്പെസിഫിക് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് in the absence of discernible clinical disease and serve as a potential source of infection for others. ഓക്കെ, അപ്പോൾ കേരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ആനിമൽ ആവാം. ഈ രോഗാണുവിനെ, ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ആ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന, ആ ഹാർബർ ചെയ്യുന്ന ഒരു മനുഷ്യനെയോ ഒരു മൃഗത്തിനെയോ നമുക്ക് കേരിയേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അതാണ് കേരിയേഴ്സ്. ക്ലിനിക്കൽ എക്സാമ്പിൾ ഓഫ് കേരിയേഴ്സ് ടൈഫോയിഡ് മേരി എന്ന് പറയും കേട്ടോ, അതൊരു നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലിനിക്കൽ എക്സാമ്പിളാണ് കേരിയേഴ്സിൻ്റെ ക്ലിനിക്കൽ എക്സാമ്പിളാണ് ടൈഫോയിഡ് മേരി. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ദി എലമെൻറ്റ്സ് ഇൻ എ കേരിയർ സ്റ്റേറ്റ്സ് ആർ ദി പ്രസൻസ് ഇൻ ദി ബോഡി ഓഫ് ഡിസീസ് ഏജൻറ്റ്. ദി പ്രസൻസ് ഇൻ ദി ബോഡി ഓഫ് ഡിസീസ് ഏജൻറ്റ്, ആ ഒരു ശരീരത്തിൽ ആ ഡിസീസ് ഏജൻറ്റ്, ആ രോഗാണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും കേരിയേഴ്സിൽ. ഓക്കെ, ദി ആബ്സെൻസ് ഓഫ് റെക്കഗ്നൈസബിൾ സിംറ്റംസ് ആൻഡ് സൈൻ ഓഫ് ഡിസീസ്. ചിലപ്പം എന്തുണ്ടാവുക, ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും പുറമേക്ക് കണ്ടു എന്ന് വരില്ല. ഈ അസുഖത്തിൻ്റെ ആ രോഗാണു ശരീരത്തിലുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ദി ആബ്സെൻസ് ഓഫ് റെക്കഗ്നൈസബിൾ സിംറ്റംസ് ആൻഡ് സൈൻ സിംറ്റംസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടീഷനുകളും ഉണ്ടായിരിക്കാം. The shedding of disease agent in the discharge or excretion, thus acting as source of infection for other persons. എന്താ പറയുന്നത്? നമുക്ക് ഈ ഡിസീസ് ഏജൻറ്റ്, ഈ രോഗാണു ഈ കേരിയേഴ്സിൻ്റെ ഡിസ്ചാർജിലോ അല്ലെങ്കിൽ എക്സ്ക്രീഷനിലോ ഉണ്ടായിരിക്കാം. അത് എന്തായിട്ട് മാറാം? ആക്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഫോർ അതർ പേഴ്സൺസ്, മറ്റുള്ളവരിലേക്ക് അസുഖം പരത്തുന്നതിനുള്ള ഒരു സോഴ്സായിട്ട് അത് വർത്തിക്കും. ഇത്ര എലമെൻസുകളാണ് കേരിയേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കേരിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എന്തൊക്കെ തരത്തിലാണ് കേരിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന് ബൈ ടൈപ്പ്. എന്തൊക്കെ ടൈപ്പാണ് അതിൽ ഉള്ളത്? അതിൽ ഫസ്റ്റിൽ വരുന്നത് ഇൻക്യുബേറ്ററി കേരിയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. ഇൻക്യുബേറ്ററി കേരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് തരത്തിലാണ്, മൂന്ന് ടൈപ്പാണുള്ളത്. ഇൻക്യുബേറ്ററി കേരിയേഴ്സ് ഉണ്ട്, കൺവൾസൻ്റ് ഉണ്ട്, അതിൻ്റെ ഹെൽത്തി കേരിയേഴ്സ് ഉണ്ട്. മൂന്ന് ടൈപ്പാണ് കേരിയേഴ്സ് ഉള്ളത്, ടൈപ്പ് ബൈ ടൈപ്പ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻക്യുബേറ്ററി കേരിയേഴ്സ്. കേരിയേഴ്സ് ആർ ദോസ് ഹൂ ഷെഡ് ദി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഡ്യൂറിങ് ദി ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിസീസ്. അതിനെയാണ് നമ്മൾ ഇൻക്യുബേറ്ററി കേരിയേഴ്സ് എന്ന് പറയുന്നത്. ആ അസുഖത്തിൻ്റെ ഇൻക്യുബേഷൻ ടൈമിലാണ്. കേരിയേഴ്സ് ആർ ദോസ് who shed the infectious agent during the incubation period of disease. ആ ഇൻക്യുബേഷൻ പീരീഡിലാണ്, അസുഖത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിലാണ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ഷെഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ പറയുന്നതാണ് ഇൻക്യുബേറ്ററി കേരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് കൺവൾസൻ്റ് കേരിയേഴ്സ് ആണ്. കൺവൾസൻ്റ് കേരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ഹൂ കണ്ടിന്യൂ ടു ഷെഡ് ദി ഡിസീസ് ഏജൻറ്റ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് കൺവൾസൻസ്. കൺവൾസൻ പീരീഡിലാണ് ഈ ഇത്തരം കേരിയേഴ്സ് ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ഷെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺവൾസൻ കേരിയേഴ്സ് എന്ന് പറഞ്ഞാൽ?
നമുക്കിപ്പോൾ ഒരു അസുഖം വന്ന് അത് മാറുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിനെയാണ് നമ്മൾ കൺവൾസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാരിയേഴ്സ്, കൺവൾസൻ്റ് കാരിയേഴ്സ് എന്താ ചെയ്യുന്നത്? ദോസ് ഹൂ കണ്ടിന്യൂ ടു ഷെഡ് ദി ഡിസീസ് ഏജൻറ്റ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് കൺവൾസൻസ്. ആ അസുഖം മാറുന്ന സമയങ്ങളിലാണ് ഇത്തരം കാരിയേഴ്സ് അസുഖ രോഗാണുക്കളെ, ആ ഒരു ഡിസീസ് ഏജൻറ്റിനെ ഷെഡ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നമുക്ക് ടൈഫോയിഡ് ഫീവർ, ഡിസെൻട്രി, അതുപോലെ കോളറ, ഡിഫ്തീരിയ, വുഫിൻ കഫ്, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഈ കൺവൾസൻ്റ് കാരിയേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻക്യുബേറ്ററി കാരിയേഴ്സിൻ്റെ കാരിയേഴ്സിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ വരുമ്പം ഇപ്പോൾ മീസിൽസ് ഉണ്ട്, മംസ് ഉണ്ട്, പോളിയോ, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് ബി, ഇത്തരം അസുഖങ്ങളൊക്കെയാണ് നമുക്ക് ഇൻക്യുബേറ്ററി കാരിയേഴ്സിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കൺവൾസൻ്റ് കാരിയേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അസുഖം മാറുന്ന അവസരങ്ങളിൽ, മാറാൻ പോകുന്ന അവസരങ്ങളിൽ അപ്പോഴും ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ഷെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരം കാരിയേഴ്സിനെയാണ് നമുക്ക് കൺവൾസൻ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ഹെൽത്തി കാരിയേഴ്സാണ്. എന്താണ് ഹെൽത്തി കാരിയേഴ്സ്? കാരിയേഴ്സ് എമർജ് ഫ്രം സബ് ക്ലിനിക്കൽ കേസസ് ആയിട്ട് അത് എമർജ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരം കാരിയേഴ്സിനെയാണ് നമുക്ക് ഹെൽത്തി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഉദാഹരണങ്ങൾ വരുന്നത് പോളിയോ, കോളറ, മെനിഞ്ചൈറ്റിസ്, ഇത്തരം, അതുപോലെ തന്നെ ഡിഫ്തീരിയ, ഇത്തരം അസുഖങ്ങളൊക്കെയാണ് ഹെൽത്തി കാരിയേഴ്സിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അപ്പം നമുക്ക് എന്തൊക്കെ ടൈപ്പാണ് നമ്മൾ പഠിച്ചു? ഇൻക്യുബേറ്ററി കാരിയേഴ്സ്, കൺവൾസൻ്റ് കാരിയേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്തി കാരിയേഴ്സ്, 3 ടൈപ്പാണ് പഠിച്ചത്. ഇനി കാരിയേഴ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ച് അത് എന്തൊക്കെ ടൈപ്പാണെന്ന് നമുക്ക് നോക്കാനുള്ളത്. ഡ്യൂറേഷൻ അതിൽ വരുന്നത് 2 വരുന്നത് ടെമ്പററി കാരിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോണിക് കാരിയേഴ്സ് ഉണ്ട്. നമുക്ക് ആ പേരിൽ തന്നെ അറിയാമല്ലേ, ടെമ്പററി കാരിയേഴ്സ്. എന്താണ് ടെമ്പററി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? ദോസ് ഹൂ ഷെഡ് ദി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ചെറിയ കാലയളവിലേക്കാണ് ആ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ഷെഡ് ചെയ്യുള്ളൂ. അതാണ് ടെമ്പററി കാരിയേഴ്സ് എന്ന് പറയുന്നത്. ചെറിയ ഒരു ടൈം പീരീഡ് മാത്രമാണ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ അത് ഷെഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇൻക്ലൂഡഡ് ഇൻക്യുബേറ്ററി, കൺവൾസൻ്റ് ആൻഡ് ഹെൽത്ത് കാരിയേഴ്സ്. ഈ 3 കാരിയേഴ്സും നമ്മൾ നേരത്തെ ടൈപ്പ് പറഞ്ഞില്ലേ, ഇൻക്യുബേറ്ററി, കൺവൾസൻ്റ്, ഹെൽത്ത് കാരിയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷനിൽ ടെമ്പററി ആണെങ്കിൽ അതൊരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ് ഇത്രയും ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ഷെഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താ? ക്രോണിക് കാരിയേഴ്സാണ് വരുന്നത്. ക്രോണിക് കാരിയേഴ്സിൻ്റെ സബ്സ്ട്രക്ഷൻ എന്താണ്? വൺ ഹൂ എക്സ്ക്രീറ്റ് ദി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ്. നമുക്കതിൻ്റെ ആ പീരീഡ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അത് ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് നിൽക്കുക. വൺ ഹൂ എക്സ്ക്രീറ്റ് ദി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഫോർ ഇൻഫിനിറ്റ് ടൈം പീരീഡ് എന്നാണ്. അപ്പം ഇത്തരം ഈ കാരിയേഴ്സിന്, ക്രോണിക് കാരിയേഴ്സിൽ നമുക്ക് ഉദാഹരണം വരുന്നത് ടൈഫോയിഡ് ഫീവർ, ഹെപ്പറ്റൈറ്റിസ് ബി, ഡിസെൻട്രി, സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്, മലേറിയ, ഗൊണേറിയ, അല്ലേ? ഇത്ര അസുഖങ്ങളൊക്കെ ഈ ക്രോണിക് ഡിസീസിൻ്റെ ക്രോണിക് കാരിയേഴ്സിൻ്റെ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പം ടൈപ്പ് കാരിയേഴ്സിൻ്റെ ടൈപ്പ് പഠിച്ചു, ഡ്യൂറേഷൻ പഠിച്ചു. കാരിയേഴ്സിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്? ഇൻക്യുബേറ്ററി, കൺവൾസൻ്റ്, ഹെൽത്തി. ഡ്യൂറേഷൻ ടെമ്പററി ആയിട്ടുണ്ടാവും, ക്രോണിക് ആയിട്ടുണ്ടാവും. ഇത് നമുക്കതിൻ്റെ പോർട്ടൽ ഓഫ് എക്സിറ്റ് ആണ് കാരിയേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. പോർട്ടൽ ഓഫ് എക്സിറ്റ് വാക്കിൽ തന്നെ ഉണ്ടല്ലേ. ഇത് ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് അത് പുറത്തേക്ക് പോകുന്ന വഴിയാണ്. അത് നമുക്ക് പഠിക്കാൻ, നമുക്ക് അറിയാനിരിക്കാനുള്ളതൊന്ന് യൂറിനറി ആയിട്ടുള്ളത് ഉണ്ട്, പോർട്ടലാണ്. നമുക്ക് യൂറിൻ വഴി പുറത്ത് പോകുന്നത്. ഇനി അടുത്ത് വരുന്നത് ഇൻഡസ്റ്റൈനൽ പറഞ്ഞാൽ ദഹന വ്യവസ്ഥ വഴി അത് പുറത്ത് പോകുന്നുണ്ട്. റെസ്പിറേറ്ററി വഴി പുറത്ത് പോകുന്നുണ്ട്, നമുക്ക് ശ്വാസോച്ഛ്വാസം വഴി പുറത്ത് പോകുന്നുണ്ട്. അതേഴ്സ് മറ്റ് തലങ്ങളിലൊക്കെ പുറത്ത് പോകുന്ന അതാണ് പോർട്ടൽ ഓഫ് എക്സിറ്റ് പറയുന്നത്. ഇനി സ്കിൻ എറപ്ഷൻസ്, ഓപ്പൺ വൂണ്ട് ആൻഡ് ബ്ലഡ് ആർ ആൾസോ പോർട്ടൽ ഓഫ് എക്സിറ്റ് എന്ന് പറഞ്ഞാണ്. സ്കിൻ എറപ്ഷൻ, ഈ നമുക്ക് സ്കിന്ന് അടർന്നു പോവുക, അല്ലേ? ഓപ്പൺ വൂണ്ട്സ്, ഈ വൂണ്ട് വഴിയൊക്കെ പുറത്ത് പോകുന്നത്, ബ്ലഡ്, ഓക്കെ, ഇതൊക്കെ പോർട്ടൽ ഓഫ് എക്സിറ്റിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് കാരിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഡ്യൂറേഷൻ എന്താണെന്ന് മനസ്സിലായി, പോർട്ടൽ ഓഫ് എക്സിറ്റ് എന്താണെന്ന് മനസ്സിലായി.
അപ്പോൾ നമുക്ക് ഹ്യൂമൻ റിസർവോയർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് അനിമൽ റിസർവോയറാണ്. അനിമൽ എങ്ങനെയാണ്, മൃഗങ്ങൾ എങ്ങനെയാണ് റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ദി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ മേ സംടൈംസ് ബി അനിമൽസ് ആൻഡ് ബേഡ്സ്. അതിൽ നമുക്ക് എന്തൊക്കെ വരാം, അനിമൽസ് ആവാം, മൃഗങ്ങളാവാം, അല്ലെങ്കിൽ പക്ഷികളാവാം. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, ഓക്കെ, അസുഖം പരത്തുന്നത് അല്ലെങ്കിൽ അസുഖം പടർത്തുന്നതിന് ഫസ്റ്റിൽ വരുന്നത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആനിമൽസ് ആവാം അല്ലെങ്കിൽ പക്ഷികളാവാം. ദി റോൾ ഓഫ് pig and duck in the spread of epidemic and pandemic influenza. Both are reservoirs, carriers and amplifying host is now well established. അല്ലേ, ഇപ്പോൾ പന്നികൾ എന്ന് പറയും, പന്നികളിൽ നിന്നും അതുപോലെ തന്നെ താറാവ് നിന്നൊക്കെ ഒരുപാട് ഇപ്പം നമുക്കിപ്പോൾ ചില വാർത്തകളൊക്കെ കേൾക്കാവില്ലേ, താറാവുകൾക്ക് ഇൻഫെക്ഷൻ വന്നു കൂട്ടത്തോടെ അതിനെ എല്ലാം കൊന്നൊടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ, പക്ഷിപ്പനിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഈ അനിമൽസ് ആണ്. ഇത് ബേഡ്സ് ആവാം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, പീജിയൻസ് ഇൻ സിറ്റീസ് ക്യാൻ ലീഡ് ടു ഇൻഫെക്ഷൻ വിത്ത് ക്ലമൈഡിയ ആണ്. പ്രാവുകൾ പരത്തുന്ന ഒരു ഇൻഫെക്ഷനാണ് ക്ലമൈഡിയ എന്ന് പറയും. സിറ്റികളിൽ പ്രാവുകളിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ആ ഒരു റിസർവോയർ, പ്രാവുകളാണ് അതിൻ്റെ റിസർവോയറായിട്ട് വർത്തിക്കുന്നത്. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പറയുന്ന പേരാണ് ക്ലമൈഡിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഈസ് ക്യാരിഡ് ആൾ ഓവർ ദി വേൾഡ് ബൈ ബേഡ്സ്. പക്ഷികൾ പരത്തുന്ന ഒരു പാൻഡമിക്കാണ്. പാൻഡമിക് എന്ന് പറയാം അല്ലേ. അപ്പം പാൻഡമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പഠിച്ചു, ഒരു രാജ്യത്ത് നിന്ന് ഇപ്പോൾ ഈ ദേശാടന പക്ഷികളൊക്കെ അസുഖങ്ങൾ ഒരുപാട് പരത്തുന്നുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യങ്ങൾക്ക് ആ ഒരു കൺട്രി ബോർഡർ പോലും മറികടന്ന് അസുഖങ്ങൾ പരത്താൻ ശേഷിയുള്ളതാണ്. അത്തരം അസുഖങ്ങൾ പറയുന്നതാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പം ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്ന അസുഖം അത് പരത്തുന്നത് ഇത്തരത്തിലുള്ള പക്ഷികളാണ് അതിൻ്റെ റിസർവോയറായിട്ട് വർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസർവോയറും അതുപോലെ തന്നെ ആനിമൽ റിസർവോയറും എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത് വരുന്ന നമുക്ക് റിസർവോയർ ഇൻ നോൺ ലിവിങ് തിങ്സ് ആണ് അല്ലേ. നോൺ ലിവിങ് തിങ്സ് എന്താണ്, ജീവനില്ലാത്ത കാര്യങ്ങളാണ് നോൺ ലിവിങ് തിങ്സ് വരുന്നത്. അതിൽ വരുന്നത് സോയിൽസ് ആൻഡ് ഇന്നാനിമേറ്റ് മാറ്റർ ക്യാൻ ആൾസോ ആക്ട് ആസ് റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ. അല്ലേ, മണ്ണിലൂടെ നമുക്ക് അസുഖങ്ങൾ പടരാം. അതുപോലെ തന്നെ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിലൂടെ നമുക്ക് അസുഖങ്ങൾ പടരാം. ഉദാഹരണം വരുന്നത് ടെറ്റനസ്, ആന്ത്രാക്സ്, അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഇതേപോലെയുള്ള നോൺ ലിവിങ് തിങ്സിൽ നിന്ന് നമുക്ക് അസുഖങ്ങൾ പടരാം. അപ്പോൾ ഇത്തരം ഇപ്പോൾ സോയിൽ അതുപോലെ തന്നെ ഇന്നാനിമേറ്റ് മാറ്റേഴ്സൊക്കെയാണ് നമുക്ക് നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള റിസർവോയറുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് മൂന്ന് തരത്തിലുള്ള റിസർവോയറുകളായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ഹ്യൂമൻ റിസർവോയർ എന്താണെന്ന് പഠിച്ചു, അനിമൽ റിസർവോയർ പഠിച്ചു, അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ് റിസർവോയർ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഭാഗമാണ്, വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.